ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ പുതിയൊരു ഫോണിൻ്റെ അൺബോക്സിങ് എന്ന് പറയാൻ പറ്റത്തില്ല, ഓപ്പണൊക്കെ ആക്കി അതിൻ്റെ ഫുൾ ഫസ്റ്റ് ഇംപ്രഷനും ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് റേഞ്ച് ഫോണായ A20 എന്ന് പറഞ്ഞ ഫോണിൻ്റെ അടിപൊളി ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് റിവ്യൂ. ഞാനത് ഒരു 3-4 ദിവസം ഉപയോഗിച്ചു. എൻ്റെ ഫ്രണ്ടിനെയാണ് ഉപയോഗിച്ചു. അതിൻ്റെ എന്തൊക്കെ അതിൻ്റെ പോരായ്മകൾ, ഗുണങ്ങൾ, നല്ല കാര്യങ്ങൾ എല്ലാം ഇവിടെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഫോണിനെ ഇഷ്ടപ്പെടും. ഡിസ്പ്ലേ ആണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഫോണിൻ്റെ സാംസങ് A20 അടിപൊളി സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഈ റേഞ്ചിലെ അടിപൊളി ഹെവി ഡിസ്പ്ലേ ആണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഫോൺ വരുന്നത് ക്യാമറയാണ് ഏറ്റവും ഹൈലൈറ്റ്. നമ്മൾ 13+2 MB ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. അടിപൊളി ക്യാമറ. സാംസങ്ങിൻ്റെ 13 MB ക്യാമറ എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാമറ വേറെ ഹൈ ലെവൽ ഹെവി ക്യാമറയാണ്. പിന്നെ വരുന്ന ഡിസ്പ്ലേ HD+ ഡിസ്പ്ലേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇവർ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 12,000 റേഞ്ചിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ അവതരിപ്പിച്ചാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം അടിപൊളി ക്രിസ്പ് ആൻഡ് ക്ലിയർ ഡിസ്പ്ലേ. അതായത് നമ്മൾ ഈ Note 10 സാംസങ്ങിൻ്റെ ഹൈ എൻഡ് ഡിവൈസ് വാങ്ങിക്കുമ്പോൾ ആ ഡിസ്പ്ലേ ക്വാളിറ്റി, ഞാൻ ഹൈ എൻഡ് ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, Note 3 ഒക്കെ. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി 12,000 രൂപയ്ക്ക് അവർ ചീപ്പായിട്ട് തന്നിരിക്കുന്നു. അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റി. നിങ്ങൾക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി ഞാനിപ്പോൾ കാണിച്ചു തരാം, നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് തന്നെ അറിയാം ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഒരു ഡിസ്പ്ലേയെ പറ്റി ഇത്രയും പറയേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ തോന്നി ഫ്രണ്ട്സ്, അതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. കാരണം ഹെവി ഡിസ്പ്ലേ ഫ്രണ്ട്സ്. നിങ്ങൾ ഒരു സിനിമ കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ പക്കയായിരിക്കണം. അതിന് സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ കഴിഞ്ഞ വേറെ എന്തുള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കാം. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 8 MB ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ബാക്കിൽ 30+2 ബാറ്ററി 3600 mAh ആണ് ബാറ്ററി വരുന്നുണ്ട്. അടിപൊളി ബാറ്ററിയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 6.4 ഇഞ്ചിൻ്റെ ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ. പിന്നെ വരുന്നത് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ 12,500 ഇപ്പോൾ ഇതിൻ്റെ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ പ്രൈസ് വരുന്നത്. ഇത് 3GB 32GBക്കാണ് 12,500 രൂപ വരുന്നത്. 12,500 അല്ല, 11,500 വരുന്നത്. അതിപ്പോൾ ഓഫർ പ്രൈസാണ്. പലപ്പോഴും ചിലപ്പോൾ 1000 രൂപ 500 രൂപ ഡിഫറൻസ് വരാം. ഫ്രണ്ട്സ്, ഞാൻ പറയട്ടെ, ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് ഫോണാണ്. നിങ്ങൾ ഹെവി ഗെയിം പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇത് എടുക്കേണ്ടത്. കാരണം ഒരു മീഡിയം റേഞ്ച് ഫോണാണ്. നോർമൽ അത്യാവശ്യം നോർമൽ ഗെയിമിങ്, നോർമൽ എല്ലാ പ്ലേയിങ്, നോർമൽ വീഡിയോ കാണാൻ, നോർമൽ യൂസേജ് എല്ലാത്തിനും പറ്റിയ ഒരു ബഡ്ജറ്റ് ഫോണാണ് 332GB. ഇതിൻ്റെ ഹൈ എൻഡ് കഴിഞ്ഞ് A50 വരുന്നുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഹെവി ഗെയിംസ് ഒക്കെ അടിപൊളിയായിട്ട് കളിക്കാം. പ്രോസസ്സർ ഈ A20 അത്ര ബിഗ് പെർഫോമൻസ് ഒന്നുമല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഈ റേഞ്ച് പൈസ എടുക്കുകയാണെങ്കിൽ, നോർമൽ യൂസർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഗെയിംസ് ഒക്കെ കളിക്കാം. ഒത്തിരി വലിയ ഹെവി ഗെയിം കളിക്കാൻ പറ്റില്ല. പിന്നെ A50 ആണ് 14,000 എൻ്റെ റേഞ്ച് വരുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ വിചാരിക്കും സാംസങ് ഫോണല്ലേ ഭയങ്കര ഹാങ് ആയിരിക്കും എടുക്കുന്നത് വിചാരിക്കും. പക്ഷേ ഫ്രണ്ട്സ്, ഞാൻ പറയട്ടെ, ഇത് നേരത്തെ ആയിരുന്നു സാംസങ്ങിൻ്റെ എന്തോ UIയുടെ പേര്, എന്തോ കസ്റ്റം UI, എന്തോ ഒരു വേറെ UI ആയിരുന്നു സാംസങ്ങിൻ്റെ പേര്, ഞാൻ ഓർക്കണില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് സാംസങ്ങിൻ്റെ A1 UI എന്നാണ് പേര്. അവർ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI ആണ്. കാരണം നിങ്ങൾക്ക് ഹാങ്ങിൻ്റെ ഇപ്പം നേരത്തെ ഫോണിലൊക്കെ ഹാങ്ങിൻ്റെ ഒരു 70% കുറഞ്ഞിട്ടുണ്ട്. പല റിവ്യൂസിലും അത് പറയുന്നുണ്ട്. അപ്പം സാംസങ്ങിൻ്റെ പഴയ ഹാങ് നിങ്ങൾ വിചാരിക്കേണ്ട, ഇപ്പം അത്ര ഹാങ് ഒന്നുമില്ല. പുതിയ UIയുടെ പ്രശ്നമായിരുന്നു അവരുടെ. അതിപ്പോൾ അവർ പുതിയ UI കൊണ്ട് ഒപ്റ്റിമൈസ്ഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഫോൺ A20 വരുന്നത് ലേറ്റസ്റ്റ് പൈ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എബൌട്ട് ഡിവൈസ് നോക്കിയാൽ ചെക്ക് ചെയ്യാം. പൈ ആണ് വരുന്നത് ലേറ്റസ്റ്റ്. പിന്നെ ഫ്രണ്ട്സ്, നമുക്കിതിൻ്റെ ജസ്റ്റിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം. അതിൻ്റെ ഷട്ടർ സ്പീഡ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നേടിപ്പം കണ്ടല്ലോ, ക്യാമറ എടുത്തു. ഒരുമാതിരി നല്ല രീതിയിൽ ഷട്ടർ സ്പീഡ് കിട്ടുന്നുണ്ട്. നല്ല പക്ക ക്വാളിറ്റിയും ഒരു എബോവ് ആവറേജ് വരുന്ന നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഫിസിക്കൽ ബട്ടൺസ് ഒക്കെ നോക്കാം. ഏറ്റവും ബോട്ടം വരുന്നത് USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറം വരുന്നത് സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ സൈഡിലാണെങ്കിൽ പവർ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും പവർ ബട്ടണും വരുന്നുണ്ട്. നല്ലൊരു ബ്ലാക്ക് ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ഇച്ചിരി ക്ലാസിക് ഫീൽ വരുന്നത് ബ്ലാക്കാണ്. ബ്ലൂ ഉണ്ട്, ഗോൾഡൻ വേരിയൻറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണം ചൂസ് ചെയ്യും. ഈ വിലയിൽ ഫ്രണ്ട്സ് 11,500 രൂപ വരെ സൂപ്പർ AMOLED ഡിസ്പ്ലേ തരുന്ന ഒരു ഫോൺസും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അവർ വില കുറച്ച് ഇറക്കിയിരിക്കുകയാണ്. കാരണം ഒരു 2 വർഷം മുമ്പ് സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺ വാങ്ങിക്കണമെങ്കിൽ എബോവ് 30,000 രൂപ വരെ കൊടുക്കണം. അതുപോലെ ഫേമസ് ഡിസ്പ്ലേ ആണ് സൂപ്പർ AMOLED. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ A20 കൺഫേം ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ A15 ഉണ്ട്, അതാണെങ്കിൽ 14,000 രൂപ ഇച്ചിരി പെർഫോമൻസ് കിട്ടും. പെർഫോമൻസ് വലിയ അധികം പെർഫോമൻസ് ഒന്നും പറയത്തില്ല, ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ഏകദേശം ആവറേജ് പെർഫോമൻസ് ഈ ഫോണിന് വരത്തുള്ളൂ. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി, ഫിംഗർ പ്രിൻറ്റ് സ്പീഡ് ഒക്കെ ന്യായമായിട്ട് നല്ല സ്പീഡാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ആയിരുന്നതാണ്. അപ്പം ഇതുപോലെ ടെക്നോളജി വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. അപ്പം നാളെ നമുക്ക് അടിപൊളി ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. See you.